30 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ബിസിനസ്സിൽ സിസ്റ്റം സെറ്റ് ചെയ്യാം. അതിൻ്റെ 5ാമത്തെ പാർട്ടിലാണുള്ളത്. ഇന്ന് ഞാൻ സിസ്റ്റം സെറ്റ് ചെയ്യുന്നിടത്തുള്ള നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട 3 ലെയറുകളാണ് പറയുന്നത്. ഈ ലെയറുകളുടെ ഒരു ക്വസ്റ്റ്യനെയർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾ പാർട്ട് 5 എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനെയർ അയച്ചുതരാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഞാൻ മുന്നേ തന്നിരിക്കുന്ന പല ക്വസ്റ്റ്യനെയറുകളും നിങ്ങൾക്ക് സാമ്യം തോന്നും. ഇതിൻ്റെ ആദ്യത്തെ ഫേസാണ്. ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിലെ ക്ലാരിറ്റി നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പല രീതിയിൽ നിങ്ങൾ കൊണ്ട് ഈ അസസ്മെൻറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുക. കാരണം ഓരോ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യും, ആ തിങ്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുക. അത് ഫസ്റ്റ് ലെയർ ഈസ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള JD ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചൊരാളുകൾ ഹോട്ടലിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇയാൾ വെയിറ്ററായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇയാളെ ഞാൻ ഒരു തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതെന്ന്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യനോ സൗത്ത് ഇന്ത്യനോ ആ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇയാളെ അക്കൗണ്ടൻ്റായിട്ടാണ് എടുക്കുന്നത് എന്നതുപോലെ കറക്റ്റായിട്ട് അവിടെയുള്ള ഓരോ ആളുകൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള JD, ആർക്കാണ് റിപ്പോർട്ടിങ് ചെയ്യേണ്ടതിനുള്ള ഹയറാർക്കി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കുക, അവിടെ ഒരു 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നടക്കുന്ന പ്രോസസ് മാപ്പിംഗ് എന്ന് പറയും. സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്കൊരു സെയിൽസ് ക്ലോസായി അതിനുശേഷം എൻഡ് വരെയുള്ള പ്രോസസ്സോ അല്ലെങ്കിൽ ലീഡ്സ് വരുന്നുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകൾ ഇതിൽ ആരാണ്, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഐഡൻറ്റിഫൈ ചെയ്യാണ് പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമതൊരു കാര്യം പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളതിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. ഡോക്യുമെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരേ ഒരു ബൈലോ റൂൾ കൊണ്ടുവരിക, അഥവാ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഈ SOP നമ്മൾ എഴുതി ഒരു ഡോക്യുമെൻ്റ് ആക്കി വെച്ചിട്ട് കാര്യമില്ല. ആ SOPയിൽ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കണം. ആ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ SOP റിവൈസ് ചെയ്യുകയും ഓരോ ആളുകളും ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റാൻഡേർഡിലാണോ അവരത് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാനും ഒരു ക്വാളിറ്റി ചെക്കിംഗ് സിസ്റ്റമൊക്കെ നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ SOP നേരത്തെ പറഞ്ഞിരിക്കുന്ന ജോബ് റോളൊക്കെ പറഞ്ഞല്ലോ, അതിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് പോലെയാണോ അവരുടെ KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. അവരുടെ എബിലിറ്റി എന്താണ്, അവരുടെ ആ ഒരു ഏരിയയിൽ അവർക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏരിയയിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടോ, ഒരു ക്യാപ്പബിലിറ്റി മാച്ചിങ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിൽസിൽ ഇപ്പോൾ 2 ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് അതിൽ കൂടുതൽ പെർഫോം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അവരുടെ ഒരു ഡാറ്റ വേണം. എത്ര ഡാറ്റയിൽ നിന്ന് എത്ര ക്ലോസിങ് നടത്തി. ഒരാളിപ്പോൾ 10 ഡാറ്റയിൽ നിന്ന് 5 ക്ലോസിങ് നടത്തിയിട്ടുണ്ട്, വേറെ ആൾ 20 ഡാറ്റയിൽ നിന്നാണ് 5 ക്ലോസിങ് നടത്തിയിരിക്കുന്നതെങ്കിൽ ഈ 10 ഡാറ്റയിൽ നിന്ന് 5 ക്ലോസിങ് നടത്തിയിരിക്കുന്ന ആളാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ. അവരുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ 3 ലെയറിൻ്റെയും ഒരു ക്രോസ് ചെക്കിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 5 എന്ന് കമൻറ്റ് ചെയ്തോളൂ, അത് നിങ്ങൾക്ക് അയച്ചുതരാം. സ്റ്റേ ട്യൂൺഡ്. DM4 system implementation in your business.